മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 12/6/1993 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരുരുട്ടാതിയാണ് നക്ഷത്രം. പൂരുരുട്ടാതി 4-ാം പാദം. മകരലഗ്നം. 2-ൽ ശനി, ഗുളികൻ. 3-ൽ ചന്ദ്രൻ. 4-ൽ ശുക്രൻ. 5-ൽ സൂര്യൻ, കേതു. 6-ൽ ബുധൻ. 7 ശൂന്യം. 8-ൽ കുജൻ. 9-ൽ വ്യാഴം. 10 ശൂന്യം. 11-ൽ രാഹു. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. മകരലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ധനസ്ഥാനത്ത് 2-ൽ ശനിയുടെ തന്നെ ക്ഷേത്രത്തിൽ ഗുളികനോട് ചേർന്ന് നിൽക്കുന്നു. നെഗറ്റീവ്സ് ഉണ്ട്. ശനി ഗുളികൻ ഒരു നല്ല കോമ്പിനേഷനേ അല്ല. ആ വ്യക്തിക്ക് അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരാം. അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന ശുഭകാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ, കാലതാമസങ്ങൾ പോലെയുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടാവാം, അതല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ ഉയർച്ച സംബന്ധിച്ചാവാം, ധനപരമായിട്ടുള്ള പുരോഗതിയാവാം. എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന ലഗ്നാധിപനായിട്ടുള്ള പ്രത്യേകിച്ചും ശനി ഗുളികനോടൊപ്പം നിൽക്കുന്നതിന് ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സം തീർച്ചയായിട്ടും കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 5-ലാണ് കേതു നിൽക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനും 5-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ്. വിവാഹകാരകൻ കൂടിയാണ് ഏതൊരു ഗ്രഹനിലയിലും ശുക്രൻ. അപ്പോൾ അവിടേക്ക് രാഹുവിൻ്റെ ഒരു ദൃഷ്ടി എന്ന് പറയുന്നത് അല്പം ശ്രദ്ധയോടെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണണം എന്ന് സാരം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രൻ 3-ലാണ് നിൽക്കുന്നത്. അവിടേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആലോചിച്ചും ജാതക പരിശോധനകൾ ഉത്തമമായ രീതിയിൽ നടത്തിയും ഒക്കെ വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളോ അതല്ല എങ്കിൽ വിവാഹം വഴി ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹം ചിലപ്പോൾ നീളാൻ, അതായത് നീണ്ടു പോകാനും സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രഹനിലയൊക്കെ ഒരു ആസ്ട്രോളജറുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചേരില്ല എന്ന ഒറ്റ വാക്കിൽ ബ്ലൈൻഡായി പറഞ്ഞ് തടസ്സം വയ്ക്കാം. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 1, 2, 3, 4, 5, 6, 7 വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5-ലേക്കും 7-ലേക്കും 9-ലേക്കുമാണ് ദൃഷ്ടി ചെയ്യാറ്. അപ്പോൾ വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹ അധിപനായിട്ടുള്ള ഗ്രഹം, ഇവിടെ ചന്ദ്രനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. നല്ലത് തന്നെയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ, അത്തരം സാധ്യതകളെ കൂടി മുൻകൂട്ടി കണ്ടിട്ട് വേണം കണ്ണടച്ച് ഇത് പറ്റില്ല എന്ന് തീരുമാനിക്കാനായിട്ട്. പക്ഷേ ഉത്തമമായ രീതിയിലുള്ള പരിശോധന ജാതകവശാൽ നടത്തി വേണം വിവാഹം കഴിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് ആശയങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. ശുക്രൻ ബിസിനസ്സിൻ്റെ കാരകൻ തന്നെയാണ്. 4-ൽ നിൽക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് വിദേശവാസ യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള, പ്രത്യേകിച്ചും കൃഷി സംബന്ധമായിട്ടുള്ള, ഫാമിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇദ്ദേഹം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം താല്പര്യങ്ങൾക്ക് ഉതകുന്ന ഗ്രഹനില തന്നെയാണത്. പക്ഷേ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്തും രാഹുവിൻ്റെ ഒരു ദൃഷ്ടി വരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു അച്ചടക്കം പാലിക്കുക, എല്ലാ കാര്യങ്ങളിലും മിതവ്യയം പാലിക്കുക, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയും പക്വതയോടെയും കൈകാര്യം ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് പ്രത്യേകം ഈ ജാതകൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ലഗ്നാൽ 9-ലാണ്, ബുധൻ്റെ ക്ഷേത്രത്തിലാണ് എന്നിരുന്നാൽ കൂടെ വ്യാഴം നിൽക്കുന്നത്. 9-ലെ വ്യാഴം 5, 7, 9 ഭാവങ്ങളിൽ 11 ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്നത് പൊതുവെ വളരെ നല്ലതാണ് എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9-ൽ പ്രത്യേകിച്ച് ഗുളികൻ്റെയോ അല്ലെങ്കിൽ കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ ഒന്നും ദൃഷ്ടിയും വ്യാഴത്തിലേക്കില്ല.
അപ്പോൾ വ്യാഴത്തിൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പൊതുവെ വളരെ നല്ലതായിരിക്കും. വ്യാഴദശ 93 കഴിഞ്ഞു. അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടികളും വളരെ പ്രധാനമാണ്. വിവാഹാധിപനിലേക്കൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് പൊതുവെ നല്ലതാണ്. ഗുളികൻ്റെ അങ്ങോട്ടുള്ള നെഗറ്റീവ്സിനെ അത് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. എന്നിരുന്നാൽ തന്നെയും ആദ്യം ഗുളികനുമായി ബന്ധപ്പെട്ടതിൻ്റെ അദൃഷ്ടിയുമായി ബന്ധപ്പെട്ടതിൻ്റെ നെഗറ്റീവ്സിന് ശേഷമായിരിക്കും അത് പോസിറ്റീവ് ആകുക എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വ്യാഴദശയിലായിരുന്നു ജനനം. പൂരുരുട്ടാതിയാണ് നക്ഷത്രം. 93 വരെ വ്യാഴദശ, അതിനുശേഷം ശനി 2012 വരെ, അതിനുശേഷം ബുധദശ 2029 വരെ, ശേഷം കേതു 7 കൊല്ലം. കേതുവിനെ ശ്രദ്ധിക്കുക. കാരണം ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്താണ്, സൂര്യനോടൊപ്പമാണ്. എന്നിരുന്നാൽ തന്നെയും കേതു നിൽക്കുന്നത് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അവിടേക്കുണ്ട്. അപ്പോൾ പ്രത്യേകം ആ ദശയെ കരുതുക തന്നെ വേണം. എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. ചിന്തിച്ച് മാത്രം കാര്യങ്ങളെ കാണുക. അതിനുശേഷമാണ് ശുക്രദശ 20 കൊല്ലം. 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ 3ാം ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരല്പം ജാഗ്രത പുലർത്തി ശ്രദ്ധയോടെ തന്നെ ചെയ്യുക. ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇദ്ദേഹത്തിൻ്റെ ശുക്രദശയ്ക്ക് ശേഷം വരുന്നത് സൂര്യൻ, ചന്ദ്രൻ, കുജൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. 17-12-2024 തൊട്ട് 25-3-2027 വരെ കാലം നീളുന്ന ബുധദശയിലെ ഗുരുവിൻ്റെ അപഹാരം. പൊതുവെ നല്ല സമയം തന്നെയാണ്. ചെറിയ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം എന്നത് നിശ്ചയവുമാണ്. വിവാഹം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും അതിനെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോവുക. കൃത്യമായ രീതിയിൽ ജാതക പരിശോധന നടത്തി വിവാഹം കഴിച്ചാൽ നെഗറ്റീവ്സ് ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പം ലഗ്നത്തെ കൊണ്ട് തന്നെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക വഴി ഈ വ്യക്തിയിലേക്ക് എത്തേണ്ടുന്ന ഉന്നതി, അഭിവൃദ്ധി പോലെയുള്ള കാര്യങ്ങളിലെ തടസ്സം അല്ലെങ്കിൽ കാലതാമസത്തിൻ്റെ പീരീഡിനെ കുറയ്ക്കുന്നതിന് ലഗ്നത്തെ കൊണ്ട് പരിഹാരം ചെയ്യുന്നത് വളരെ ഗുണകരമാണ് എന്ന് മനസ്സിലാക്കുക. അതിന് തന്നെ വേണ്ടുന്ന പരിഹാരമാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും. കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സിൻ്റെ അളവിനെ ഗണ്യമായി കുറയ്ക്കുകയും എത്തേണ്ടുന്ന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പോസിറ്റീവ്സ് അതിൻ്റെ വേഗത കൂടുകയും ചെയ്യും എന്നും തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനി തുടരും.